ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസനാണ് ഇന്നും വചനം പറയാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ചില പ്രിയപ്പെട്ടവരുടെ വന്നെത്തേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ചെറിയ ഇടവേളയിൽ ഒരു ചെറിയ ദൂത് നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കാൻ പോകുകയാണ്. ആണ്ടുകൾ കഴിയും മുമ്പ് നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണേന്നായിരുന്നു ദൂത്. നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു ചെറിയ വാക്യം, ഒരേ യോഗത്തിൽ പല നിലകളിലുള്ള ദൂതുകൾ വരുമ്പോൾ ഓർത്തോണം, ആരെയൊക്കെയോ ദൈവം അധികമായി സ്നേഹിക്കുന്നുണ്ട്. നമ്മളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളോടൊരു ദൈവശബ്ദമായി ഏറ്റെടുക്കണം. സ്തോത്രം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 18-ാമത്തെ വചനം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് അവിടെ തൊട്ട് വായിക്കണം. നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. ഇതൊരു പ്രാവചനീയ ഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലൊന്നുമല്ല ഇന്ന് ഇച്ചിരി നേരം പറയാനായിട്ട് പോകുന്നത്. മനുഷ്യജീവിതത്തെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരിക്കലും മാറാത്ത ശൂന്യത നമ്മെ വേട്ടയാടുക. ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെടുന്ന ആൾ മുതൽ അവൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ഒരിക്കലും വിട്ടുപോകാത്തൊരു നിറവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ഒരിക്കലും ആത്മനിറവ് നഷ്ടപ്പെടരുത്. രണ്ടാമത്തെ അവൻ്റെ പ്രാർത്ഥനയാണ് വചനത്തിൻ്റെ നിറവ് നഷ്ടപ്പെടരുത്. മൂന്നാമത്തെ അവൻ്റെ പ്രാർത്ഥനയാണ് അഭിഷേകത്തിൻ്റെ നിറവ് നഷ്ടപ്പെടരുത്. നാലാമത്തെ അവൻ്റെ പ്രാർത്ഥനയാണ് അവൻ്റെ വീട്ടിൽ നിന്ന് നിറവ് പോകരുത്. അഞ്ചാമത്തെ അവൻ്റെ പ്രാർത്ഥനയാണ് അവൻ്റെ സാമ്പത്തിക നിലയിൽ നിന്ന് ആ നിറവ് പോകരുത്. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പം സ്തോത്രം, നിറവ് അനുഭവിക്കേണ്ട പല കുടുംബങ്ങളും ഇപ്പോൾ ശൂന്യമായിക്കൊണ്ടിരിക്കുക. ഓട്ടസഞ്ചിയിൽ വീണ നാണയം പോലെ 30 ദിവസം അധ്വാനിച്ചു നന്മ വീട്ടിൽ കൊണ്ടുവന്നാലും 7 ദിവസവും രാവിലെ കുടുംബ പ്രാർത്ഥന നടത്തി, സന്ധ്യാപ്രാർത്ഥന നടത്തി, ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും ഒരിക്കലും മാറാത്ത ശൂന്യത ചില കുടുംബങ്ങളെ വേട്ടയാടുമ്പോൾ നിന്റെ നിലവിളിയും പ്രാർത്ഥനയും കേട്ടിട്ട് ദൈവം പറയുന്നൊരു ദൂത, നിന്റെ അതിരിനകത്ത് ഇതുവരെ നടക്കാത്തൊരു കാര്യം നടക്കാൻ പോവുക. സ്തോത്രം, സ്തോത്രം. ചാരത്തും ദൂരത്തും ദൂത് കേട്ടിരിക്കുന്ന, ലൈവിലും ഇവിടെയും ഇരിക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം പറയാം. ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ അതിരിനകത്തു നിന്ന് ചില ശൂന്യാവസ്ഥകളെ ദൈവം മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നവരും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എൻ്റെ ലൈഫിലെ ശൂന്യാവസ്ഥകളെ ഒന്ന് മാറ്റണമേ. സ്തോത്രം. 1000 പേര് പ്രാർത്ഥിക്കാൻ ഫോൺ ചെയ്താൽ അതിനകത്ത് 950 പേരുടെയും പ്രാർത്ഥനാ വിഷയം അവരുടെ ജീവിതത്തിൻ്റെ ശൂന്യതയാണ്. സ്തോത്രം. ഒത്തിരി നിറവിലൊരു കാലഘട്ടങ്ങളിൽ നിന്ന കുടുംബങ്ങൾ പലതും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ ദൈവകൃപയും നന്മയും നഷ്ടപ്പെട്ട് ശൂന്യരായിക്കൊണ്ടിരിക്കുക. അപ്പോഴും ദൈവമക്കൾക്ക് ദൈവം ഉറപ്പ് തരികയാണ്, നിന്നെ ശൂന്യമാക്കുന്ന വ്യാപാരത്തിൻ്റെ മേലൊരു ജയം തന്നുകൊണ്ട് ഇനിയും നിന്റെ അതിരിനകത്ത് ഹല്ലേലൂയ
താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. അല്പദിവസത്തിനകത്ത് നീ കാണാൻ പോകുന്നൊരു കാഴ്ച, നിന്റെ ലൈഫിൽ വന്ന ശൂന്യതകളെല്ലാം നിറവായി ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു പക്ഷേ ഇന്ന് രാവിലെ ഈ പ്രസംഗത്തിന് വരുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിച്ച് കാണും, എൻ്റെ ഈ ശൂന്യത മാറാൻ ഒരു വഴിയില്ലല്ലോ. സ്തോത്രം. ഞാൻ തീരാൻ പോവാന്നോ? ദൈവം പറഞ്ഞ അല്ല, നിനക്ക് വേണ്ടി ഒരു വാക്ക് ഇന്ന് ദൈവം കൽപ്പിക്കും. നിന്റെ അതിരിനകത്തെ ശൂന്യമാക്കിയ ഇന്ന് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഈ ദൂതൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കേണ്ട എന്നെ നോക്കിയിരുന്നാൽ മതി. ഭൂമി പാഴായും ശൂന്യമായും പോയി. അടുത്ത വാക്യം കേട്ടോ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അടുത്ത കേട്ടോ, ഇരുട്ട് കുടിയിരിക്കുന്ന ആഴത്തിൻ്റെ മുകളിൽ വെളിപ്പെടുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ആത്മാവിങ്ങനെ പരിവർത്തിക്കുക. നിന്നെ ശൂന്യമാക്കിയതിൻ്റെ പിൻപിൽ നിന്റെ കണ്ണിന് കാണാൻ വയ്യാത്ത ഒരു ഇരുട്ട് ആഴത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കൃപ 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 കൃപ. സ്തോത്രം, സ്തോത്രം. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയുന്നു. നിന്റെ കണ്ണിന് കാണാത്തൊരു ശൂന്യത, നിന്റെ കണ്ണിന് കാണാത്തൊരു ഇരുട്ട് നിന്റെ ശൂന്യതയുടെ പുറകിലുണ്ട്. അത് ആഭിചാരങ്ങളാകാം, മന്ത്രവാദങ്ങളാകാം, നേർച്ചകളായിരിക്കാം, 10 വർഷം മുമ്പ് നിനക്ക് വെച്ച കെണിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ആ ഇരുട്ടിനെ പേടിക്കരുത്. കാരണം നിനക്ക് മീതെ ജീസസ്. ഈ ഓരോ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിന് സാധാരണ കവിഞ്ഞൊരാത്മപരിവർത്തനം നമ്മുടെ മേൽ നടക്കണം. സാധാരണ കവിഞ്ഞ അതൊരു പക്ഷേ നിങ്ങൾ കുലുങ്ങണമെന്നോ ചാടണമെന്നോ നൃത്തം ചെയ്യണമെന്നോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫീലാകും ഒരാത്മപരിവർത്തനം എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ, എൻ്റെ കൃപ കൃപ കൃപ. ഓ ജീസസ്. ഞാനൊരിക്കൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു വന്ന കാലയളവിൽ എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ തടസ്സമൊക്കെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ അത്യന്ത ശക്തി നിൻ്റെ മേൽ എപ്പോൾ വ്യാപരിക്കുമോ അന്ന് തടസ്സങ്ങൾ ദുർബലമായി പോകും. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട ദൂതാ പറയുന്നേ. സ്തോത്രം. അപ്പം ഞാൻ ഓർത്തത് എന്നും കൈയടിക്കുന്നതിലും അന്ന് അത്രേ അറിവുള്ളൂ, കൂടുതൽ കൈയടിക്കണം. എന്നും അന്യഭാഷ പറയുന്നതിൽ കൂടുതൽ അന്യഭാഷ പറയണം. എന്ന് ഇരുന്നോണ്ട് ആ കൈ ഉയർത്തിയെങ്കിൽ എഴുന്നേറ്റ് കൈ ഉയർത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച. ഞാൻ കൈയടിക്കുന്നില്ല, അന്യഭാഷ ഉറക്കെ പറയുന്നില്ല. പക്ഷെ എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു വലിയ കണക്ഷൻ ഉണ്ടായ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. എനിക്ക് ചുറ്റും അഗ്നി കത്തുക. ശുശ്രൂഷ കഴിഞ്ഞ് ശുശ്രൂഷകൻ ഇരുന്നിട്ടും ഈ അഗ്നികോളം എന്നെ വിട്ടിട്ടില്ല. ഞാൻ വണ്ടിയെ കയറിയപ്പോൾ ഈ അഗ്നി എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, സാധാരണമല്ലാത്തത് എന്തോ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. അത് 3 ദിവസം നീണ്ടു നിന്നു. ആ 3 ദിവസത്തിനകത്ത് ഞാൻ പൂർണ്ണ വിടുതലേറ്റെടുത്തു.
ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ആത്മാവ്. ഇന്നിവിടെ ബൈബിള് പറയുക, ഏതാ വെള്ളം? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ഇന്നിവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. ഹല്ലേലൂയ. നമുക്ക് അല്പം കൂടെ ശ്രദ്ധയോടെ ഇരിക്കാം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ, സ്വപ്നത്തിൽ, വചനത്തിൽ, പ്രവചനത്തിൽ, വെളിപ്പാടിലൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ശൂന്യത വരുത്തുന്നത് ഇരുട്ടാണ്. അതാർക്കും കാണാത്ത ആഴത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ഇരുട്ടിനെ ഇപ്പം നീ നോക്കരുത്. ഇരുട്ട് അവിടെ കിടന്നോട്ട്, അവൻ്റെ പ്രവൃത്തി നടത്തിക്കോട്ടെ, നീ പേടിക്കണ്ട. പക്ഷേ നിന്റെ മീതെ ഒരാത്മപരിവർത്തനം നടക്കണം. ഇത് നടത്തി കഴിഞ്ഞാൽ ഇന്ന് പകൽ നിന്റെ ശൂന്യതയ്ക്കകത്ത് സൃഷ്ടിപ്പ് തുടങ്ങും. നിന്റെ കൃപ ജീസസ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒരു 5 minutes ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പം ഇത്രയും നാൾ നിങ്ങൾ പോരാട്ടത്തെ നോക്കി, ശൂന്യതയെ നോക്കി, എതിരാളിയെ നോക്കി. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ ശൂന്യതയ്ക്ക് മുമ്പിൽ ആരോ ഉണ്ട്. അത് ഉണ്ട്. ഏതോ ഇരുട്ടുണ്ട്. അത് ചിലർക്ക് ബന്ധുവാ ശത്രുവെങ്കിൽ, ചിലർക്ക് കൂട്ടുകാരാ ശത്രുവെങ്കിൽ, ചിലർക്ക് നാട്ടുകാരാ ശത്രുവെങ്കിൽ, ചിലർക്ക് പിശാചാ ശത്രുവെങ്കിൽ, നീ പേടിക്കണ്ട. ഇന്നും നിന്റെ മേലൊരു പരിവർത്തനം നടക്കണം. ലോർഡ്, ഈ ശൂന്യത വരാൻ കാര്യം എന്താണെന്നറിയാം? ഞാൻ ദൂതിലോട്ട് വരിക, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ഇന്ന് ഇതിനകത്ത് ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ അതിരിനകത്ത് ചിലത് നടക്കാൻ പോവുക. സ്തോത്രം. എബേസ് ഒരിക്കലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ അതിര് ഒന്ന് വിസ്താരമാക്കണം എന്ന് പറഞ്ഞാൽ, എന്നെ നോക്കിക്കൊണ്ട് ചിലർ ചിരിക്കുന്നുണ്ട്. ഇവൻ ഒതുങ്ങിപ്പോയല്ലോ, ഇവൾ ഒതുങ്ങിപ്പോയല്ലോ. ആ ചിരിക്കുന്നവൻ്റെ ചിരി നിർത്താൻ എൻ്റെ അതിര്. സ്തോത്രം, 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 സ്തോത്രം. ഈ മലാഖിയുടെ പ്രവചനത്തിൽ വാക്യമുണ്ട്. വായിക്കേണ്ട വാക്യമൊന്നുമില്ല, പറഞ്ഞു പോകാം. വാക്യത്തിൽ, ഞാൻ നിനക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന്, ബാക്കി പറ, സ്ഥലം പോരാ. അതിനർത്ഥം എന്തുവാ? സ്വത്രം. നമ്മൾ ഈ ഹെർക്കുലീസിൻ്റെ സൈക്കിളെ നടന്നപ്പം നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ബജാജിൻ്റെ സ്കൂട്ടർ വേണമെന്ന്. ആ സ്കൂട്ടറെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് മഴ നനയാതെ പോകാൻ ഒരു മാരുതി 800 വേണം. സ്തോത്രം. ആ മാരുതിയൊക്കെ വാങ്ങിച്ച് കാറിൻ്റെ പോർച്ചിലിട്ട്, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. യോഗത്തിന് മുടങ്ങാതെ വന്ന് ദശാംശവും കൊടുത്ത് സ്തോത്രാച്ചയും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മോന് ദുബായിലൊരു ജോലി കിട്ടി. രണ്ടാമത്തെ മോന് സൗദിയിലൊരു ജോലി കിട്ടി. മൂത്ത മോള് കാനഡയ്ക്ക് ഒരു വിസയും കിട്ടി. മൂന്നും കൂടെ കൊട്ടി 3 പേരുടെ ശമ്പളം അപ്പൻ്റെ അക്കൗണ്ടിലോട്ട് വന്നപ്പോൾ അപ്പനിപ്പം മാരുതി പോരാന്നൊരു തോന്നൽ. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോന്ന് മേളിൽ നിന്ന് സ്ഥലം പോരാതെ വരുപോലും തരുമെന്നല്ല. സ്തോത്രം. എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, നിന്റെ നന്മയെ നശിക്കുന്ന വെട്ടുക്കിളിയെ ഞാൻ ശാസിക്കും. അതിനർത്ഥം എന്തുവാ? നിനക്ക് നന്മ വരുന്നുണ്ട്, അതിനെ ഒരു കൂട്ടര് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് അനുഗ്രഹം വരുന്നുണ്ട്, നിന്റെ മോന് വിദ്യാഭ്യാസമുണ്ട്, നിന്റെ മോക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ആ വർധനവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, സ്തോത്രം, സ്ഥലം പോരാതെ വരുവോളം. ഒരാമയും വരുന്നില്ല. സ്ഥലം പോരാതെ വരുവോളം ഈ ദിവസങ്ങളിൽ നീ മാറ്റി ചിന്തിക്കാൻ പോവുക. നീ പണ്ട് ചിന്തിച്ചതൊന്നും അല്ല ഇനിയും ചിന്തിക്കാൻ പോകുന്നേ. നിന്റെ ചിന്തയൊക്കെ മാറാൻ പോവുക. യബേസിനെ പോലെ പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ അതിര് നീ എനിക്കൊന്ന്
വിസ്താരമാക്കി തരണം. ഒതുക്കുവാൻ നിൽക്കുന്ന പൈശാചിക ശക്തിയും ഒതുക്കുവാൻ നിൽക്കുന്ന ദുർവ്യാപാരങ്ങളും കലിതുള്ളി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിച്ച് നിനക്ക് ഒതുക്കാൻ പറ്റുകയില്ല. എൻ്റെ അതിരു ദൈവം. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, അതിന് വിസ്താരമാകാൻ പോവാന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ. സ്തോത്രം. ഇതിനകത്ത് പ്രശ്നം എന്നറിയോ? ഇത് വിസ്താരമാകണമെന്നൊരു കൊതി വേണം. എബേസ് ജനിച്ചപ്പോഴെ വ്യസനപുത്രനാ. സ്തോത്രം. ഈ ചരിത്രവും വേദപഠിതാക്കളും ഒക്കെ പറഞ്ഞ അവൻ വിരൂപിയായിരുന്നെന്നാ. അവൻ്റെ ദൈവത്തിൽ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. സ്തോത്രം. പക്ഷെ ഒരു കഴിവില്ല, അവന് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട്. അവൻ പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്ദിക്കപ്പെട്ട നിനക്ക് മാന്യത കിട്ടും ഈ അതിര് വിസ്താരമായ. സ്തോത്രം, സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, 2025 തീരുന്നതിനും ദൂത് കേൾക്കണ ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ഇന്ന് ദൈവാത്മാവ് കാണുന്നൊരു ദൂത് നിന്റെ അതിരിനെ ഒതുക്കാനാ ചിലർ നോക്കുന്നേ. പക്ഷെ നിന്റെ അതിര് വിസ്താരപ്പെടുത്തുവാൻ ഈ പ്രാർത്ഥന തീരുന്നതിന് പറയണം, കർത്താവ് എൻ്റെ അതിരുകൾ വിസ്താരമാകട്ടെ. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്താരമാക്കി. സ്തോത്രം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം. നിന്റെ അതിര് സംബന്ധിച്ച് ഈ പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. നിന്റെ അതിര് ഒടുങ്ങിപ്പോകാൻ ചിലർ ചെയ്ത ദുർമന്ത്രങ്ങൾ വരെ ഇന്ന് പൊട്ടും. എന്നിട്ട് നിന്റെ അതിര് വിൽക്കണം വിൽക്കണമെന്നുള്ള ചിന്ത മാറി വാങ്ങണമെന്നുള്ള ചിന്ത. ലോർഡ്, ഈ അതിര് വിസ്താരമാകണേ എന്തോ ചെയ്യണം? ഞങ്ങൾ ദൈവദാസന്മാർ വന്ന് നിങ്ങളുടെ തലയെ കൈവച്ചാൽ പറ്റത്തില്ല. നിങ്ങൾക്കിത് വിശാലമാകണമെന്നൊരാഗ്രഹം വേണം. ഈ പ്രവാചകൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ ചെന്ന് പ്രവാചകനോട് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ഒരാൾ പറയുന്ന ജോലി ചെയ്യുന്നതും ജോലി ചെയ്യുന്നയാൾ അങ്ങോട്ട് കയറി പറയുന്നതിന് 2 എഫക്റ്റാണ്. സ്തോത്രം. നിങ്ങളെന്നെ ജോലിക്കാക്കിയില്ലയോ, ഞാനതിൽ അന്നേരം ബോക്സ് എടുത്തു വെച്ചു, ആ ഗ്ലാസ് എടുത്തു വെച്ചു എന്ന് പറയുന്നതും പറയാതൊരു കാര്യം ചെയ്യുന്നതും 2. ഇവരിലും കൂടെ ചെന്ന് പറഞ്ഞു, പ്രവാചകൻ നമ്മൾ പാർക്കുന്ന സ്ഥലം ഭയങ്കര ഇടുക്കമാന്നേ. അപ്പം പ്രവാചകൻ, ഞാനെന്താ വേണം? ഞങ്ങൾ യോർദാനിൽ ഇറങ്ങാൻ ഒരു അനുവാദം തരണം. എന്തിനാ? ചില വൻമരങ്ങളെ എനിക്ക് വെട്ടണം. വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്കൊന്ന് വിശാലപ്പെടണം. അതാര് കൊതിക്കണം? ഇടുങ്ങിയ വീട്ടിൽ പാർക്കുന്ന നീ കൊതിക്കണം. ആത്മാവിൻ്റെ ഇടുക്കം അനുഭവിക്കുന്ന നീ കൊതിക്കണം. എനിക്കൊന്ന് വിശാലപ്പെട്ടേ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചിലരുടെ ചിന്താഗതി ഇടുങ്ങിയ ചിന്താഗതിയാണ്, ചിലരുടെ ചിന്താഗതി വിശാലമായ ചിന്താഗതിയാണ്. ഈ ചിലർ സദൃശവാക്യത്തിലെ ഒരു വാക്യമാണ് പറയുന്നത്, സമ്പന്നനായിട്ട് ദൈവത്തെ ദുഷിച്ചു പറയാനും ദരിദ്രനായിട്ട് ദൈവത്തെ തള്ളി പറയാനും ഇടയാകാതെ നിത്യവൃത്തി. അത് പ്രാർത്ഥിച്ച് ഇപ്പം നിത്യവൃത്തിയിലെത്തിയിരിക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു ചോദ്യം, സമ്പത്തുള്ളവരെല്ലാം ദൈവത്തെ ത്യജിച്ചു പറയുവാന്ന് ആദ്യം പറയുന്നത് അബ്രഹാമല്ലേ? പുള്ളിയല്ലേ വലിയ സമ്പന്നൻ? മിണ്ടുന്നില്ല. സമ്പത്ത് നീ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിന്റെ ഹൃദയത്തിൽ കയറാതിരുന്നാൽ മതി. ഒരാമയും പറയണം. അപ്പം ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനല്ല, ഒരു വിശാലത കൊതിക്കണം. എന്തുവാ ഒരു വിശാലത? ഞാൻ ഒരിക്കലൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വാടക വീടാണെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറയാം, എൻ്റെ അപ്പം വാടക വീട്ടിലായിരുന്നു, വല്യപ്പനും വാടക വീട്ടിലായിരുന്നു, ഈ വാടക വീട്ടിൽ നിന്ന് എൻ്റെ മോളെ കെട്ടിച്ചിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾ പറ, ഞാൻ പ്രാർത്ഥിച്ചാൽ പോലും ശരിയാകത്തില്ല, കാരണം പുള്ളിക്ക് അവിടെ തന്നെ കിടക്കണമെന്നാണ്. ഈ ഇടുങ്ങിയ ചിന്താഗതി വലിയ പ്രശ്നമാണ്. ചിലർക്ക് ഭയങ്കര വിശാലത. ഒരിക്കലും മനുഷ്യന് നടന്നു പോകുമ്പം ഒരു ബ്രാൻഡ് ന്യൂ ബെൻസ് വരുന്നു, പുള്ളി കൈ കാണിച്ചു. നിങ്ങൾക്കറിയോ, ഓട്ടോയ്ക്ക് നമ്മൾ കൈ കാണിച്ചാലും വില കൂടിയ വണ്ടിക്ക് നമ്മൾ നടന്നു പോകുന്നവർ എന്ത് ചെയ്യത്തില്ല, കൈ കാണി. അങ്ങനെ കാണിക്കുന്നെങ്കിൽ എന്തോ ഒരു പിരിയിച്ചരെ
അപ്പം നിങ്ങൾ വണ്ടി കൈ കാണിച്ചു. ആ പുള്ളി ഇത്രയും വലിയ വണ്ടിക്ക് കൈ കാണിച്ചുകൊണ്ട് വണ്ടി കൊണ്ട് നിർത്തി. പുള്ളിക്ക് ഒരു ഫ്രണ്ട് സീറ്റ് ഇരുന്നു. എന്നാലും പുള്ളി ചോദിച്ചു, ഇത് ബെൻസ് ആയില്ലയോ? പുള്ളി പറഞ്ഞാതാ, എനിക്ക് ഓടിയാ ഇഷ്ടം, എനിക്ക്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, സാറിൻ്റെ വണ്ടി ഏതാ? എനിക്ക് ഹെർക്കുലീസിൻ്റെ സൈക്കിളാണ്, പക്ഷെ ഓടിയാ ഇഷ്ടം. ഉണ്ടോ? പിന്നെ അവനൊരു ഓടി വാങ്ങിക്കുന്നതിനകത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. ഹെർക്കുലീസിൻ്റെ സൈക്കിളാണ് ഇഷ്ടം, അത് പഞ്ചറായിരിക്കും, അടുത്തൊരു ഹെർക്കുലീസ് കിട്ടാനല്ല അവൻ പ്രാർത്ഥിക്കുന്നേ. അവൻ്റെ ചിന്ത കിടക്കുന്നത് ഓടിയല്ല. ഞാൻ പറഞ്ഞ നാളെ നിങ്ങളാരും ഓടിയുടെ പുറകെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എന്താ ഇവിടെ മനസ്സിലാക്കണ്ടേ? ദൈവത്തിന് യോഗത്തിന് വന്ന എൻ്റെ പൊന്നു ബ്രദറെ, ഇതുവരെ ഒരു അഭിഷേകം പോലും കിട്ടിയില്ല. ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങൾ മരിക്കണമെന്നല്ല, എനിക്കത് പ്രാപിക്കണം. എനിക്ക് ബൈബിള് വായിക്കണം, എനിക്ക് ദൂത് സ്വീകരിക്കണം. എന്നെ ഇന്ന് ദൈവം നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ ഇല്ലാത്തത് നിന്റെ മേൽ വീഴണം. ഓ, നിന്റെ അതിരിനകത്ത് കൃപ 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 കൃപ. ഓ, ഇന്നിവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ വെല്ലുവിളികളുടെ നടുവില് ഇതാ നിന്റെ അതിരുകളെ വിസ്താരമാക്കി. നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കത്തില്ല. എന്നോട് കർത്താവ് പറയാ, ചില കേൾവി ഇനി ഉണ്ടാകത്തില്ല. ചില ശബ്ദം നിന്നെ ഭയപ്പെടുത്തി, അതിനി ഉണ്ടാകത്തില്ല. മട്ടൂറി തെളിച്ച വീഞ്ഞുകൊണ്ടും മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും ഒരു വിരുന്ന് വരുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ഇടുങ്ങിയ അനുഭവങ്ങൾ നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചു പറയും, എൻ്റെ അതിരിനകത്ത് ഇനി ശൂന്യവും നാശവും കേൾക്കത്തില്ല. വീട്ടിൽ ചെന്നും പറയണം, നിന്റെ വീടിനെ നോക്കി പ്രവചിക്കണം, അതിന് വിസ്താരപ്പെടും. നിന്നെ ദൈവം വലിയ ചിന്തയ്ക്ക് ഉടമയാകട്ടെ. നിങ്ങൾക്കറിയാം, ഈ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസവും ധൈര്യവും. ചിലർക്കൊക്കെ എല്ലാ ദിവസവും രാവിലെ പിശാചിനെയും പിടിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് മെലിത്താദ്വീപിൽ ചെന്നപ്പം ഒരു സർപ്പം വന്ന് പൗലോസിൻ്റെ കയ്യെ ഞാന്നു. ചിലർ 20 വർഷമായിട്ട് ആ പാമ്പിനെ കുടഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ് ഒന്ന് കുടഞ്ഞേച്ച് പൗലോസ് ഇപ്പം ഇങ്ങനെ കണ്ണുയർത്തി നോക്കുക. എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 276 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ടേബിളുള്ള വീട് ഏതാ? അപ്പം ചെന്നപ്പം പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രമാണി സ്വതന്ത്രം അവരുടെ വീട്ടിൽ ചെന്ന് 3 ദിവസം അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക്, രാത്രി ഡിന്നർ. 3 ദിവസം 276 കൂടെ 3 നിങ്ങളൊന്ന് കൂട്ടി നോക്കി. അപ്പം ഏകദേശം 1000 പേര് സ്വത്രം ഒരു ദിവസം 1000 പേര് വീതം കഴിക്കുക. അപ്പോൾ എന്നോ കഴിവുള്ള ആളാണ് ദൈവത്തിന്. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ചിന്തയാണ് പറയുന്നത്, രാവിലെ അപ്പവും മുട്ടക്കറിയും വിളമ്പിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് പുബ്ലിയോസ് ദൈവത്തിന് സ്തോത്രം മുറിക്കകത്തോട്ട് കയറിപ്പോ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ സീരിയസ് ആയിട്ട് കിടക്കുക, വെള്ളം കൊടുക്കാൻ പോവുക. പൗലോസ് ചോദിച്ചു, എന്നായി കൂടെ പോകുന്നത്? അത് അപ്പച്ചൻ, അത് ഞാനെന്ന് പോയി ചെയ്യുമ്പോൾ അപ്പച്ചൻ കൈ ശരിയാവും. പൗലോസ് അങ്ങോട്ട് ചെന്ന് കൈക്ക് പിടിച്ചപ്പോൾ അപ്പച്ചൻ ഉമ്മറത്ത് വന്ന് കസാറ ഇരിക്കാൻ തുടങ്ങി. വേണ്ട, മിണ്ടുന്നില്ല. നാട്ടുകാർ ചോദിച്ചു, അപ്പച്ചൻ എങ്ങനെ ഇങ്ങനായത്? വേണ്ട പൗലോസ്. പിന്നെ അവിടെ കൂട്ട സൗഖ്യമാണ്. ഈ വന്ന കൂട്ടത്തിൽ സൗഖ്യമൊക്കെ പ്രാപിച്ച് മിറ്റം നിറച്ച ആൾ കൂടിയപ്പോഴേ ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ ചോദിച്ചു, എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, കപ്പലിനാണ് വന്നതെന്ന് ചോദിച്ചു. വണ്ടി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല, വന്ന പുള്ളി അങ്ങ് തകർന്നു പോയെന്ന് പറഞ്ഞു. വന്ന കപ്പലങ്ങ് അപ്പോൾ ഉടനെ ഇനി എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് അറിയത്തില്ല. ഉടനെ അപ്പൻ മോനോട് പറഞ്ഞു, എടാ നീ നിന്റെ റേഞ്ച് വെച്ചൊന്ന് തപ്പ്. സ്തോത്രം, ഇവന് പോകാനുള്ള വണ്ടിയുണ്ടോ? അന്നേരം ഒരൊറ്റ ഫോൺ കോള് മറുപടി വരിക, അശ്വചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പൽ റെഡിയാ. എടാ, തകർന്നത് ചെറുതാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് വലുതാ. തിരിച്ചറിയ. നീ ചുമ്മാ പോരാട്ടത്തിന് പുറകെ നടക്കരുത്. ഇരുട്ടവിടെ കടന്നോട്ടെ, അതിന്റെ മീതെ ആത്മാവ്. നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പം സ്തോത്രം, ഒരു ലൈഫിൽ ഒരു കാര്യം പരാജയം വന്നാലോ നഷ്ടം വന്നാലോ വിഷമിക്കരുത്. പോയതിനേക്കാൾ വലുത് ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര്? പോയതിനേക്കാൾ, നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏലിയാവ് കുറച്ച് നാൾ കാക്ക കൊണ്ടിരുന്ന അപ്പമാണ് കഴിച്ച്.
സ്തോത്രം. ദൈവം പറഞ്ഞു ഇനി ആ കാക്കയുടെ സപ്ലൈ നിർത്തുക. സെറ്റിയാസാരി ചുറ്റിക്കൊണ്ട് സാരാപത്തിലെ അടുത്ത ആൾ നിനക്ക് ഫുഡ് തരും. അവിടെ മിണ്ടുന്നില്ല. അവരും മടുക്കുമ്പം പേടിക്കേണ്ട, ദൂതനെ ഇറക്കി അപ്പം തരാം. അവിടെ മിണ്ടുന്നില്ല. കാക്കയുടെ സപ്ലൈ നിന്നെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരു കാലഘട്ടമേ കാക്ക തരൂ, പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത ആൾ തരും, പിന്നെ അത് കഴിയുമ്പോൾ ഇവിടെ ആൾ അവൈലബിൾ അല്ലെങ്കിൽ ദൂതൻ മേളിൽ നിറങ്ങുമെന്നേ. നിന്റെ അതിരിനകത്തിന് ശൂന്യവും. കർത്താവിന് സ്തോത്രം. ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയെല്ലാം ദൈവകരത്തിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹൃദയവും മനസ്സും ഏകാഗ്രമാക്കി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളോട് ജീസസ് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങളെയെല്ലാം ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച്, ഒന്ന് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച്, ഇവിടെ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയം ജീവിക്കട്ടെ. ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചു തുടങ്ങട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, പ്രാർത്ഥിച്ചാട്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണം, കൃപ വ്യാപരിക്കണം, കൃപ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ജീസസ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മകൾ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആ മകൾക്ക് ജോലിയിലൊരു പുതുവഴി തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ ആ വഴി. ജീസസ്. ആ മകളുടെ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിൻ്റെ സ്പിരിറ്റ് തന്നെ വിട്ടുപോകണം. കുടുംബജീവിതം ധന്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ. അവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെടണം. വാഗ്ദത്തങ്ങൾ നിറവേറണം. ഇപ്പം നമ്മൾ ആയിരങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചലനം അവരുടെ മേലുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൈ അവരുടെ മേലുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ നിറങ്ങണം. ഇതുവരെയും വെളിപ്പെടാത്തൊരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങണം. 1-2 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവമഹത്വം ഈ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, അഭിഷേക ശക്തി ഇറങ്ങി വരട്ടെ. ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ, ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ. ലൈവിലൂടെ കാണുന്നവർ വിടുവിക്കപ്പെടട്ടെ, ഇവിടെ വന്നവർ വിടുവിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. തൻ്റെ ദാസൻ വചനം പറയുമ്പം ഇവിടെ തീ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. വചനത്തിൽ കൂടെ ആത്മാവിൽ കൂടെ ഇടപെടുത്തണം. വീട് പണി പൂർത്തിയാകാനായിട്ട് പ്രാർത്ഥിക്കുക. വ്യക്തികളുടെ വീട് പണികൾ പൂർത്തിയാകട്ടെ, കുഞ്ഞുങ്ങളുടെ കല്യാണങ്ങൾ നടക്കട്ടെ. കേസുകൾ മാറിപ്പോകട്ടെ, കുരുക്കുകൾ മാറിപ്പോകട്ടെ. ജീസസ്. തലമുറകളെ പാപത്തിൽ ബന്ധിക്കുന്ന സകല ശക്തികളും പ്രാർത്ഥനയിൽ നീങ്ങിപ്പോകട്ടെ. ഇത് ചിലരുടെ പ്രാർത്ഥനയായി ഏറ്റെടുത്തേ, ഏറ്റെടുത്തേ, ഏറ്റെടുത്തേ. കർത്താവ് പ്രാർത്ഥന കേട്ടോട് സ്തോത്രം ചെയ്താട്ട്. ബൈബിളിൽ നിന്ന് 2 ചെറിയ വാക്യങ്ങൾ വായിച്ചിട്ട് കർത്താവിൻ്റെ ദാസനായെന്ന് ശുശ്രൂഷിക്കുന്നേ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചർച്ചിലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബം, അമ്മയും മോനും ഈ ചർച്ചിലെ മെമ്പറാണ്. പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് രാവിലെ അവിടെ പോയി അല്പസമയം ശുശ്രൂഷിക്കാൻ കൃപ ചെയ്തു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും അവിടെ ആ ബോഡി എടുക്കുന്നതും വരെ അവിടെ ഉണ്ട്. അവരും വന്നെത്തും. എല്ലാറ്റിനായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ള 2 വാക്യങ്ങൾ അല്പനേരം വരാനുള്ളോടൊന്ന് വരുന്ന ആ ഒരു സമയം എന്നിട്ടൊന്ന് ആരാധിച്ച് കർത്താവിൻ്റെ ദാസന് വചനം പറയും. സ്തോത്രം. PS ജോർജ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്നത് എനിക്ക് പാസ്റ്റർ ഏറ്റവും ഇഷ്ടമല്ല എന്നറിയോ? എത്ര പാസ്റ്റർ പ്രസംഗം കേട്ടാലും മടുക്കത്തില്ല. എന്നും പുതിയ കാര്യങ്ങളാണ്. സ്തോത്രം. ഇത്രയും അടുപ്പിച്ച് ശുശ്രൂഷയ്ക്ക് ജീസസ് വോയിസിലെ ചരിത്രത്തിൽ ഒരു പാസ്റ്റർമാരും വന്നിട്ടില്ല. 1, 2, 3, 4 പ്രാവശ്യം വരുമായിരിക്കും, അല്ലെ 10 പ്രാവശ്യം വരുമായിരിക്കും. നിങ്ങളിവിടെ വല്ലപ്പോഴേ കാണുന്നുള്ളതിൽ ഒന്നീ കോട്ടയത്ത് കാണും, അല്ലെ തിരുവനന്തപുരത്ത് കാണും, അല്ലെ ഇവിടെ കാണും. അല്ലെ പ്രായം നോക്കാതെ, ആരോഗ്യം നോക്കാതെ, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് പോലാണ് ഈ ചർച്ച വരുന്നത്.
കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ ദേശക്കാരാണ്. തന്നെയല്ല, പാസ്റ്റർ അപ്പനും എൻ്റെ അപ്പനും ഭയങ്കര കൂട്ടുകാരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷതകളുണ്ട്. ആമേ, എല്ലാറ്റിനായും നന്ദി പറയുന്നു. കർത്തൃദാസന് വചനം പറയുക അല്പം കൂടെ കഴിയുമ്പോൾ. ആദ്യത്തെ ചില മിനിറ്റുകൾ നമ്മൾ ഒന്നിച്ച് ദൈവവചനം അല്പസമയം ചിന്തിക്കാൻ പോവുകയാണ്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ശനിയാഴ്ച പറയത്തുള്ളൂ ആത്മീക വർധനവ് എന്താണെന്ന്. കർത്താവിൻ്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്താട്ട് 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നിങ്ങളോട് അല്പസമയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വചനം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. മതി. വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് വളരെ സ്തോത്രം നമ്മളെ സ്പർശിക്കുന്നൊരു സന്ദേശം അല്പനേരം ഒന്ന് ധ്യാനിച്ചിട്ട് നമ്മൾ കർത്താവിന് സ്തോത്രം ഒന്ന് ആരാധിച്ച് ദൈവദാസൻ വചനം പറയാനായിട്ട് പോവുകയാണ്. ഈ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാതിയാണ് ഓർക്കേണ്ട പലരും നമ്മളെ ഓർക്കുന്നില്ല എന്നുള്ളത്. എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എൻ്റെ ചേട്ടൻ എന്നെ ഒന്ന് ഓർക്കാനായിട്ട് പ്രാർത്ഥിക്കാമോ? എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുക. ആ ചേട്ടൻ അമേരിക്കയിൽ ഭയങ്കര കോടീശ്വരനാണ്. പുള്ളി ഒന്ന് ഓർത്താൽ ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി, പെയിൻ്റെല്ലാം അടിച്ച് ഫർണിച്ചറും ഒക്കെ ഇട്ട്. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചേട്ടനെ ഓർക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. പോയപ്പം ഞാൻ ഓർത്തു, എടാ ദൈവം ഒന്ന് ഓർക്കാനായിട്ട് ഈ പുള്ളി പറഞ്ഞില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മറക്കുക എന്നുള്ളത് നമുക്കൊരു വലിയ വിഷമമാണ്. കൂടെ പഠിച്ചവരും കൂടെ കളിച്ച് നടന്നവരും കൂടെ പാർത്തവരും ഒക്കെ നമ്മളെ മറന്നുപോകും. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ നമ്മൾ ഈ അമേരിക്കൻ രാജ്യത്തോ കാനഡയിലോ ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പം നമ്മളുമായിട്ട് വളരെ സഹവസിച്ച ചിലരൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ചിലപ്പോൾ കണ്ടാൽ പോലും ഓർക്കത്തില്ല. സ്തോത്രം. നമ്മളെ ഓർക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ അങ്ങനല്ല, നമ്മളെ കണ്ടാൽ പോലും ചിലർ ഓർക്കത്തില്ല. സ്തോത്രം. എന്നാ നാരങ്ങാനത്തെവിടാ? സ്തോത്രം. എടാ ഞാൻ പറഞ്ഞെടാ ഇന്നടത്ത്, എടാ നിൻ്റെ അപ്പൻ്റെ പേര് ഇതില്ലയോ? ഡാഡിയുടെ നെയിം ഇതാ. അപ്പം പോട്ടെ, ഞാനത്. അപ്പം നമ്മളിൽ പലരും ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ നമ്മളെ പലരും ഓർക്കാറില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. ദൈവം മറക്കുന്ന ദൈവമല്ല, നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. എബ്രായ ലേഖനത്തിലുണ്ട്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാത്ത ദൈവം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ആരംഭ സെക്ഷനകത്ത് പറയുക, ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം ഓർക്കുന്ന ദിവസങ്ങളാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെപ്പോഴാണ് ഓർത്തതെന്നറിയാമോ? ആരെയാ ഓർത്തതെന്നറിയാമോ? എങ്ങനെയാ ഓർത്തതെന്നറിയാമോ? ഇവിടെ നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ്. ബൈബിളിൽ നോഹയെക്കുറിച്ച് എഴുതിയേക്കുന്നത് നോഹയ്ക്ക് BTH BD MDയും കിട്ടിയെന്നല്ല, നോഹയ്ക്ക് കൃപ കിട്ടിയെന്നാ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വീടില്ലേലും എന്തോ കിട്ടണം? കൃപ കിട്ടണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടേച്ച് പറ, കൃപയ്ക്ക് കൊതിക്കാൻ പറ. കർത്താവേ നിൻ്റെ കൃപ എനിക്ക് തരണേ. ഹല്ലേലൂയ. അപ്പം നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ മാത്രമല്ല, സ്തോത്രം, നോഹയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഭൂമിയിൽ ഒത്തിരി ശബ്ദമുണ്ട്. മനുഷ്യൻ്റെ ശബ്ദമുണ്ട്, മൃഗങ്ങളുടെ ശബ്ദമുണ്ട്, പിശാചിൻ്റെ ശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. സ്തോത്രം. ഈ പിശാചിൻ്റെ ശബ്ദത്തെ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന, നിൻ്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം. അപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഗർജനം, സിംഹമല്ല, സിംഹത്തിൻ്റെ ഗർജനം പോലാണ് പൈശാചികമായ ശബ്ദം. ഇനി മനുഷ്യൻ്റെ ശബ്ദത്തെക്കുറിച്ച് 22-ാം സങ്കീർത്തനമായ മശീയ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബുഭിക്ഷതയോടെ അലറുന്ന സിംഹം, അതാണ് മനുഷ്യൻ്റെ ശബ്ദം. അപ്പം പിശാചിൻ്റെ ശബ്ദം സിംഹത്തിൻ്റെ കൂട്ട്,
മനുഷ്യൻ്റെ ശബ്ദം സിംഹത്തിൻ്റെ കൂട്ട് വന്നിട്ടും പ്രാർത്ഥിക്കുന്ന നീ എന്താ പേടിക്കാത്തതെന്നറിയാമോ? നീ പ്രാർത്ഥനയിൽ മറ്റൊരു ശബ്ദം കേൾക്കും. അത് യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പേടിപ്പിക്കാൻ പലരും നോക്കിയിട്ടും നീ പേടിക്കാത്തത് എന്നാ? നീ കേട്ട ശബ്ദത്തേക്കാൾ വലിയൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദത്തെ നീ പേടിക്കാത്തത്. ഓ ഹല്ലേലൂയ. മനുഷ്യനെ പേടിച്ച് ജീവിക്കുന്നവരോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്തിടത്തോളം മറ്റെല്ലാ ശബ്ദങ്ങളെയും പേടിച്ചേ പറ്റൂ. മന്ത്രവാദിയെ പേടിച്ചേ പറ്റൂ. ദൈവശബ്ദം കേട്ടാൽ ഇതിനെ ഒന്നും നീ പേടിക്കണ്ട. ദൈവശബ്ദം കേട്ടാൽ ഇതിനെ ഒന്നും നീ ഭയപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, നീ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ചിലരുടെ ഉള്ളു കൊതിക്കുന്നു, ചിലരുടെ കാത് കൊതിക്കുന്നു. എനിക്കിതിൻ്റെ ശബ്ദം കേൾക്കണം, എനിക്കിതിൻ്റെ ശബ്ദം കേൾക്കണം. ഓ കാദേശ് മരുഭൂമിനെ നടുക്കിയ ശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം, അഗ്നിജാലകളെ ചിഹ്നിപ്പിക്കുന്ന ശബ്ദം ഇന്ന് പകൽ നിന്റെ കാതുകളിൽ. യോഹന്നാനെ പത്മോസിലോട്ട് വലിച്ചെറിഞ്ഞപ്പം പത്മോസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ചുറ്റും പാറകളാൽ നിബിഡമായ സ്ഥലമാണ് പത്മോസ്. പടുകൂറ്റൻ തിരമാലകൾ അലറി വന്ന് പാറയിൽ അടിക്കുന്ന ശബ്ദം ആ പത്മോസ് മുഴുവൻ ശബ്ദമുഖരിതമാണ്. അതുകൊണ്ട് ദൈവം സംസാരിച്ചപ്പോൾ എങ്ങനെ കണ്ടത്? ദൈവം അവൻ കാഹളത്തിനൊത്ത് ഒരു മഹാശബ്ദം കേട്ടു എന്ന് പറഞ്ഞ യോഹന്നാനെ, നിന്നെ ഡൊമിഷൻ പെടുത്തിയ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ആ ശബ്ദത്തെ ഭേദിക്കുന്നൊരു ശബ്ദം. ഓ ചിലരുടെ കാതുകളിലെ ശബ്ദം മുഴങ്ങുക. ഇന്ന് ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചില വീടുകൾക്കകത്ത് ഇന്ന് പകൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നിനക്ക് വേണ്ടി ഗർജിക്കുന്നു. കണ്ടോ, പ്രാർത്ഥിക്കുന്നവന്റെ മുറിക്കകത്തെ ഒച്ചപ്പാട് ഒരു ശബ്ദം കേട്ടതാ. ദൈവശബ്ദം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓ ലോർഡ്, കേട്ടിട്ടുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഞാൻ വചനം പ്രസംഗിക്കുമ്പോഴൊക്കെ ചില സമയത്ത് ഇടിമുഴങ്ങുന്ന പോലെ ശബ്ദം കാതിൽ കേൾക്കും. അന്നേരമായി ദൂതിൻ്റെ റൂട്ട് മാറുന്നു. ഞങ്ങൾ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗമൊക്കെ പറക്കും അന്നേരം. കാരണം ഞങ്ങളുടെ പ്രസംഗത്തിന് അവിടെ സ്ഥാനമില്ല. അന്നേരം വെളിപ്പെട്ട ദൂതിനാ. നോക്കിക്ക് കിട്ടിയ അരുളപ്പാട് എന്താണെന്നറിയാമോ? സ്തോത്രം. അന്ന് വരെ ദൈവത്തിന് സ്തോത്രം കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തിൽ അരുളപ്പാട് കിട്ടി. എന്തോ അരുളപ്പാടെന്ന് ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭൂമിയെ മഴയാൽ ബാധിക്കാൻ പോവാം. ഭൂമിയുടെ ചരിത്രത്തിൽ അന്ന് വരെ എന്ത് പെയ്തിട്ടില്ല? മഴ പെയ്തിട്ടില്ല. ലേഖനങ്ങൾക്കകത്ത് എഴുതി കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. ഓ ഹല്ലേലൂയ. അവർ പറയുന്നേ ഇന്ന് വരെ എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനയ്ക്കുക. അന്ന് വരെ എല്ലാവരും ഭൂമിയിലോട്ട് നോക്കി നിൽക്കുമ്പോൾ, ഗ്ലോറി, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഒരു വല്യപ്പൻ മാത്രം മേപ്പോട്ട് നോക്കി വയ്ക്കുക. അതെന്നാ വല്യപ്പ മേപ്പോട്ട് നോക്കുന്ന? ഉത്തരം മേളീന്ന് പെയ്യുവെന്നാ ദൂത്. ഇന്ന് പകൽ തിരുവല്ലക്കാരെല്ലാം താപ്പോട്ട് നോക്കി നടക്കുമ്പം നീ മേപ്പോട്ട് നോക്കി. ഓ ഞങ്ങൾക്ക് മഞ്ഞ പൊഴിയുന്ന മേളിയുന്ന, മഞ്ഞ് പെയ്യുന്ന മേളിയുന്ന, മഴ പെയ്യുന്ന മേളിയുന്ന, നന്മ വരുന്നത് മേളിയുന്ന. ഓ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. നിന്റെ രക്തബന്ധങ്ങൾ ചോദിക്കുന്നു, നിന്നെ സഹായിക്കാൻ ആരുണ്ട്? ഞങ്ങളെ സഹായിക്കാൻ മനുഷ്യരില്ല, ഞങ്ങളുടെ സഹായം യഹോവ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. കാണാത്തതിനെ കുറിച്ച് നോഹയ്ക്ക് അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. അവൻ ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം തീർത്തെന്ന ബൈബിള്. നോക്കിയേ, ആ പെട്ടകത്തിന് നീളം എത്ര വേണം, വീതി എത്ര വേണം, തട്ട് എത്ര വേണം, ഡോർ എത്ര വേണം, ഇതെല്ലാം ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞ പോലൊരു അപ്പച്ചൻ പെട്ടകം പണിയുക. സ്തോത്രം. പണിയേണ്ട മരമേതാ? മരം വെട്ടുന്നവന്മാരോട് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പെട്ടകം ദൈവത്തിന് സ്തോത്രം പണിയണം. അന്നേരം അവർ ചോദിച്ചു എന്നാ മരവാ? മരത്തിൻ്റെ പേര് പറഞ്ഞു. സ്തോത്രം. ഗോഫർ മരം കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് വെട്ടാൻ വലിയ പാടാ. നോഹ പറഞ്ഞ് ഇരട്ടിക്കൂലി തരാം, വെട്ടിക്കോ. വെട്ടുമ്പം വെട്ടുകാരൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു വെട്ടുന്നേ കൊള്ളാം, പെട്ടകത്തിനകത്ത് വേണം. ദൈവത്തിന് സ്തോത്രം. വെട്ടുന്നവൻ ചിരിച്ചു. ചിരിക്കുന്നതിന് കുഴപ്പമില്ല, ചിരി എന്നും കാണണം.
കുറച്ച് നാൾ കഴിഞ്ഞ് ആശാരിയുടെ അടുക്കൽ എന്ന് പറഞ്ഞൊരു പെട്ടകം പണിയണം. അയ്യോ, ഞങ്ങൾ പണിതിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പണിയേണ്ട സ്കെച്ചും പ്ലാനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അപ്പച്ചൻ പറയുക, അമ്മി അങ്ങനെ പണിതു. അമ്മി ചിന്തയിലിടുമ്പോഴും ചെന്ന് പറഞ്ഞു, ആശാരിയെ പണിയുന്നത് നല്ലതാ, പക്ഷേ പെട്ടകത്തിൽ കാണണം. സുവിശേഷ ലഘുലേഖം കൊണ്ട് നാടല്ലെന്നു പറയുക. അച്ഛാ, ചിരി നല്ലതാ, കച്ചവടം നല്ലതാ, മോള് സുന്ദരിയാ, മോൻ സുന്ദരനാ, പക്ഷെ പെട്ടകത്തിൽ കാണണം. ഈ വാതിൽ അടയുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം ഈ പെട്ടകത്തിൽ നീ കാണണം. ഇത് കൃപയുടെ പെട്ടകമാണ്. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. നോഹ പ്രസംഗിച്ചു. എനിക്ക് നോഹ ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയോ? നോഹ പ്രസംഗിച്ചപ്പോൾ നാട്ടുകാർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും വീട്ടിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ചിലർ നാട്ടുകാരെ മുഴുവൻ രക്ഷിക്കപ്പെടുത്തും, വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെടത്തില്ല. സ്തോത്രം. പിശാച് എപ്പോഴും ഓർക്കുക ചെയ്യുന്നതെന്നറിയോ? ദൈവത്തെ സ്തോത്രം. നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ പിള്ളേരെ നിർത്തത്തില്ല. നമ്മൾ ഭയങ്കര പാട്ടും പ്രാർത്ഥന, പിള്ളേരെ കഞ്ചാവടിച്ചോണ്ട് നടക്കുക. അങ്ങനെ ആകരുത്. നോഹയുടെ പ്രസംഗത്തിൽ പിള്ളേരെല്ലാം രക്ഷിക്കപ്പെട്ടു. പിള്ളേരെല്ലാം പെട്ടകത്തിൽ കയറി. അവിടെ വായിക്കുന്നൊരു വാക്കുണ്ട്. ദൈവം നോഹയോട് പറഞ്ഞു, സഹോദരം, മൃഗങ്ങളെല്ലാം കയറാൻ പറഞ്ഞു. കാട്ടിലെ ആന തൊട്ട് വീട്ടിലെ ചോനൽ വരെ ക്യൂവായി നിന്ന് കയറി, ആണും പെണ്ണും കയറി. ഹല്ലേലൂയ. കൃപ പ്രാപിച്ച നോഹയുടെ പ്രത്യേകത, ആന വന്നപ്പം പറഞ്ഞു, നീ കാട്ടിലെ ആനയോ ചേനയോ ഒക്കെ ആയിരിക്കും, പെട്ടകത്തിൽ കയറി നിന്റെ ആ കാട്ടിലെ സ്വഭാവം കാണിക്കരുത്. ഞങ്ങളും പറയുക, സഭയ്ക്കകത്ത് കയറി കാട്ടിലെ പരിപാടി കാണിക്കരുത്. നീ കൊണ്ടുവന്ന് ചിഹ്നം വിളിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കുറുക്കന്മാരോട് പറയുക, ആവശ്യമില്ലാതെ വെള്ളം ഉണ്ടാക്കരുത്. പല കോഴിക്കുഞ്ഞുങ്ങളും കൊണ്ട് കയറി തോണ്ടരുത്. ഇതെല്ലാം കൃപയുടെ പെട്ടകത്തിൽ കയറിയ നോഹയുടെ വാക്കിന് മുമ്പിൽ അടങ്ങിയിരുന്നോണം. ബൈബിൾ വായിക്കുക. നോഹ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, പെട്ടകം അടയ്ക്കാൻ പോവാ. ആരേലും ഉണ്ടോ? ലേലം വിളിച്ച് ഒരുത്തന് പോലും. ഇനി ആരേലും സ്നാനപ്പെടാനുണ്ടോ? ഒന്നുകൂടെ കൈ നോക്കി, ആരേലും ഉണ്ടോ? കർത്താവ് വരാറായി. എന്നിട്ട് കൈ ഇങ്ങനെ പൊങ്ങണമെന്ന് വിചാരിച്ചിട്ടും പൊങ്ങിയില്ല. പെട്ടകം അടച്ചു. ഒരു 7 ദിവസം അവർ പറഞ്ഞു, ഉപദേശിച്ച് പ്രസംഗിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. 7-ാം ദിവസം മഴ അങ്ങോട്ട് തുടങ്ങി. മഴയൊന്ന് പറഞ്ഞ മഴ. തോട് നിറഞ്ഞു, ആറ് നിറഞ്ഞു, കുന്ന് നിറഞ്ഞു, മല നിറഞ്ഞു. മുഴുവൻ നിറയുക. പണിത ആശാരി ഭാവനെ പറഞ്ഞാലേ, പണിത ആശാരി രാത്രി ഉറങ്ങാൻ കിടന്ന് എഴുന്നേറ്റപ്പം ഒരു തണുപ്പ്. വെളുപ്പാൻ കാലത്ത് നോക്കിയപ്പം കിടക്കുന്ന കട്ടിലിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. മുട്ടുന്നീ വെള്ളത്തിൽ ചാടിയ ചിപ്പം പെട്ടകം തപ്പി പോവുക. അവിടെ ചെന്ന് വാതിൽ മുട്ടി, പെട്ടകത്തെ മുട്ടി. നോഹയപ്പച്ചോ, സ്തോത്രം, ആരാടാ മോനെ? അയ്യോ, പെട്ടകം പണിത ആശാരിയാണേ. അതെന്നാ? അന്ന് വരാൻ പറ്റിയില്ല, ഇന്ന് വരാമെന്ന് വിചാരിച്ച. ഉടനെ നോഹ പറഞ്ഞു, പറ്റത്തില്ലല്ലോ, വാതിൽ മേളിൽ നടച്ചല്ലോ. അന്നേരം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, തടിയൻ കൂട്ടിച്ചേർത്തത് ആണി കൊണ്ടാ, അത് ഞാനാ. എനിക്ക് കൊത്തുളി കൊണ്ട് അവിടെ പൊളിക്കാൻ പറ്റും. പൊളിച്ചോ. കൊത്തുളിക്ക് കൊതുക്കാൻ ചെന്നപ്പോൾ അറിഞ്ഞത് അടച്ചത് തമ്പുരാനുണ്ട്. മൊത്തത്തിൽ ലോക്കായി. യേശുവിൻ്റെ നാമത്തിൽ കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് ആ പെട്ടകത്തിൽ കയറുവാൻ മഹാഭാഗ്യം. ചുരുക്കി ഞാൻ പറയാം. തോട് നിറഞ്ഞു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പം പറയും, സ്തോത്രം, ഞാൻ കോഴഞ്ചേരിക്കാരനാണ്. കോഴഞ്ചേരിയിലാണ് ഏറ്റവും വലിയ വള്ളംകളി. ആറുമുള വള്ളംകളി. ഇക്കരെ ചുണ്ടൻ അക്കരെ ചുണ്ടൻ, മൊത്തം ചുണ്ടന്മാരാ. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോഴാണ് ഈ കോഴഞ്ചേരി വള്ളം ഉണ്ടാക്കിയത്. വലിയ തടിയൊക്കെ കൊണ്ടുവന്ന് ആ പമ്പയാറിൻ്റെ തീരത്ത് വെച്ചാണ് വള്ളം ഉണ്ടാക്കിയത്. എന്നിട്ട് 10,000 പേർ ഒന്നിച്ച് ആ വള്ളം വെള്ളത്തിലിറക്കി. കാരണം അങ്ങനെ ഒരാൾക്കൊന്നും ഇറക്കാൻ പറ്റത്തില്ല. 1000 കൂടിയാണ് ഇറക്കി. ഈ വല്യപ്പച്ചനോട് ചോദിക്കുക, അപ്പച്ച, ഈ മലയുടെ മുകളിൽ എന്തിനാ അപ്പച്ച പെട്ടകം ഉണ്ടാക്കുന്നത്? വല്ല ആറിൻ്റെ കരയിലും ഉണ്ടാക്കുക. അപ്പച്ചൻ പറയും, ഇത് സിസ്റ്റം വേറെയാ, ഇത് അങ്ങോട്ട് പോകണ്ട, ഇരിക്കുന്നിടത്ത് വെള്ളം തേടി വന്നു. വിശ്വാസമുണ്ട് ഒരു ദൂതി ഞാൻ പറയാം, നിന്റെ ഒരനുഗ്രഹവും നീ അങ്ങോട്ട് തേടി പോകണ്ട, നീ ഇരിക്കുന്നിടത്ത് നിന്നെ തേടി. യേശുവിൻ്റെ നാമത്തില് നിന്റെ ജോലി നിന്നെ തേടി വരും, നിന്റെ യാത്ര നിന്നെ തേടി വരും, നിന്റെ വഴി നിനക്ക് വേണ്ടി സിസ്റ്റം ചേഞ്ച് ആകുന്നു, നിനക്ക് വേണ്ടി സാഹചര്യങ്ങൾ ചേഞ്ച് ആകുന്നു, നിനക്ക് എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. ഞാനൊരു കാര്യം പറയാം, നീ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിളിച്ച പ്രാർത്ഥനയൊന്നും ദൈവം തള്ളിയിട്ടില്ല. നീ ഇതുവരെ കാണാത്തൊരു അത്ഭുതം നിന്റെ വിഷയത്തിൽ നടക്കും. നിന്റെ സന്തതിയുടെ
സ്തോത്രം. മോനൊരു രാജ്യത്ത് പഠിക്കാൻ പോയപ്പം അവിടെ ഒരു എക്സാം എഴുതണം. പക്ഷെ ആ എക്സാമിൽ അവൻ തോറ്റുപോയി. സ്തോത്രം. ആദ്യം എഴുതി തോറ്റുപോയി, രണ്ടാമതും തോറ്റുപോയി. സ്തോത്രം. അവനിങ്ങനെ വിഷമിച്ച് വീട്ടിൽ വന്നിരിക്കുക. അന്ന് നമ്മുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ ചെന്നേച്ച് പറഞ്ഞു, ഞാനൊരു യാത്ര പോകാനിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പാസ്റ്റർ ചോദിക്കുക, നീ എന്താ പോകാത്ത? വഴി ഓപ്പൺ ആന്നല്ലോ. സ്തോത്രം. അവൻ വന്ന് പറഞ്ഞു, ഡാഡി പാസ്റ്റർ പറഞ്ഞ വഴി ഓപ്പൺ ആന്നാ. സ്തോത്രം. വൈകിട്ടായപ്പം സന്ധ്യയ്ക്ക് ഞാൻ താഴ്ത്തതിരിക്കുമ്പോൾ മേളിൽ നിന്നവൻ തുള്ളിച്ചാടി ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചു, എന്നാടാ മോനെ? സ്തോത്രം. ഞാൻ പഠിക്കേണ്ട യൂണിവേഴ്സിറ്റി ഞങ്ങൾ പഠിക്കേണ്ട പാസ്സാകേണ്ട ഒരു സ്കോറുണ്ട്. ആ സ്കോർ കുറച്ചപ്പം എനിക്ക് അവിടെ ഓപ്പൺ ആയി സീറ്റ്. കേട്ടോ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ദൈവ സ്കോർ. ഓ ജീസസ്, എവിടൊക്കെയോ കൃപ. നിന്നെ ചിലത് തേടി വരിക. നിന്നെ ചില മറുപടി തേടി വരുന്നു. നിന്റെ കുടുംബത്തെ ചിലത് തേടി വരുന്നു. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ദൈവം ചിലത് നോക്കിയേ. ഭൂമിയില് നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞിടെ വെള്ളപ്പൊക്കം വന്നപ്പം ഈ കുട്ടനാടുകാർ കുറച്ചു പേരൊക്കെ സ്ഥലം വിറ്റേച്ച്, ദൈവത്തിന് സ്തോത്രം, അവിടെ വല്ലതും വിറ്റേച്ച് അവർ ചിങ്ങവനത്തോട് താമസത്തിന് പോയി. സ്തോത്രം. ചിങ്ങവനത്തുള്ള കുറച്ച് പേര് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് മുണ്ടക്കയത്തോട് താമസത്തിന് പോയി. മുണ്ടക്കയത്തുള്ള കുറച്ച് പേര് കഴിഞ്ഞ മുണ്ടക്കയത്ത് വെള്ളം കയറിയപ്പം കുട്ടിക്കാനത്തോട്ട് താമസം മാറി. കുട്ടിക്കാനത്തുള്ള കുറച്ച് പേര് മൂന്നാറിൽ പോയി. മൂന്നാറിൽ ചെന്നപ്പോൾ മൂന്നാർ മൊത്തം ഇടിഞ്ഞു വരുവായതുകൊണ്ട് ഇപ്പം എല്ലാവരും കൂടെ തിരിച്ച് കോട്ടയത്ത് താമസിക്കാൻ വന്നേക്കുവാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. വെള്ളം ഉള്ളിടത്ത് വെള്ളപ്പൊക്കം വന്നാൽ ഇല്ലാത്തടം തപ്പിപ്പോവും. ഞാൻ നിങ്ങളോട് തുറന്നു പറയും, താഴ്മപ്രദേശങ്ങളിൽ ഇതെല്ലാം മേളിലോട്ട് ഓടി. മേളിൽ നിന്ന് ഓടിയപ്പോൾ മരത്തെ കയറി. അപ്പം മരവും നിറഞ്ഞു. മരം കയറിയപ്പോൾ അതിൻ്റെ കൊമ്പത്ത് കയറി. അത് ഒടിച്ചോണ്ട് വെള്ളത്തിൽ കൂട്ട മരണമാണ്. മൃഗങ്ങൾ തൊട്ട് മനുഷ്യൻ വരെ ചത്തൊടുങ്ങി. അപ്പോഴും ആ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൊരു പെട്ടകല്ലല്ല പാടി പോവുക. ഓ ജീസസ്. ന്യായവിധിയുടെ കഠോരത തിരുവല്ലായെ മൂടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതാ ചലിക്കുന്ന കൃപയുടെ പെട്ടകം. ഓ, ഇന്ന് പകൽ നിന്റെ ചലനം എന്താണ്? നീ ഇരിക്കുന്നത് ഒരു പെട്ടകത്തിലാണ്. നിന്നെ കൊണ്ടുപോകും. അങ്ങനെ ഭൂമിയിലുള്ളതെല്ലാം മരിച്ചു മൺമറഞ്ഞു. ബൈബിളിൽ എഴുതിയിരിക്കുക, അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നോഹയെ, ഞാൻ ഒറ്റ ചിന്ത ഇട്ടച്ച് പറയാം, അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് ചോദിക്കുക, 10-70 വർഷം നിനക്ക് ഈ ഭൂമി ജീവിക്കാൻ 80 വയസ്സ് 90 വയസ്സ് വരെ തന്നേക്കുക. കൂടുതൽ കിട്ടുന്നവർ ഇനിയും കൂടുതൽ വാങ്ങിച്ചോ. കർത്താവിന് സ്തോത്രം. ചോദ്യം, അത്രയും വർഷം ഉള്ളതിനിടയ്ക്ക് ദൈവം ഓർക്കത്തക്ക എന്തേലും ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് ഞാൻ പാസ്റ്ററെ സ്വത്രാച്ചിട്ടു, നീ ഇട്ട 10 രൂപയുടെ കഥയല്ല പറയുന്നത്. ദൈവം ഓർക്കത്തക്കവണ്ണം, ഓ ജീസസ്, എന്തേലും ചെയ്തോ? ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോയപ്പോൾ, സ്തോത്രം, ആ ഒരു കമ്പനിയിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ആ കമ്പനിയുടെ ഡ്രൈവർ, സ്തോത്രം, എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുക. ഞാൻ കയറിപ്പോരുക. എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്ന സമയത്ത് ആ ഡ്രൈവർ പറഞ്ഞു, പാസ്റ്ററെ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ സാർ ആരാന്നറിയാമോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല, ഞാനിപ്പോൾ കണ്ട് പരിചയപ്പെട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പാസ്റ്ററെ, ഈ ഞങ്ങളുടെ ഈ കമ്പനി ധാരാളം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, വെറും പാപങ്ങൾ. സ്തോത്രം. 100 ചില്ലുവാനും പേർക്ക് ഞങ്ങളുടെ ഈ അങ്കിൾ വീട് വെച്ച് കൊടുത്തു. കേരളത്തിൽ 10-45 ഞങ്ങളെപ്പോലുള്ള ജോലിക്കാർക്ക് എനിക്കടക്കം വീട് വെച്ച് തന്നു. ദൈവത്തിന് ആ മനുഷ്യൻ എന്തൊരു ദൈവ മനുഷ്യനാണെന്നറിയാവോ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു ഗുഡ് ന്യൂസിലും ഒരു ഫേസ്ബുക്കിലും താക്കോൽദാനത്തിൻ്റെ ഫോട്ടോ വന്നില്ല. പക്ഷേ അവർ നടന്ന് സാക്ഷി പറയുക, ദൈവം ഓർക്കത്തക്കവണ്ണം എന്ത് ചെയ്താൽ ദൈവം ഓർക്കും. ഞാൻ നീ ദൂത് പറയാം, ദൈവം നിന്നെ ഓർത്താൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് രണ്ടാമത്തെ പകൽ ദൈവത്തിൻ്റെ ശബ്ദം, വീട്ടുകാർ മറന്ന വിഷയം, നാട്ടുകാർ മറന്ന വിഷയം, ചുറ്റുപാടുകൾ മറന്ന വിഷയം ദൈവം ഓർക്കും. ഒരു വാക്കൂടെ പറയാം, ദൈവം നോഹയെ ഓർത്തു. ഉൽപ്പത്തി പുസ്തകം എടുത്തേ, അവിടെ പറഞ്ഞു നിർത്താം. ഓർത്ത 5 പേരുടെ കാര്യം പറയാനാണ് എടുത്തത്. ഇനി എന്തെങ്കിലും ഒരു ദിവസം ഓർത്തെന്ന് പറഞ്ഞ് പ്രസംഗിക്കാം. ഉൽപ്പത്തി പുസ്തകം 8:1, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും, നോഹയെ മാത്രമല്ല, നോഹയുടെ വാക്ക് കേട്ടനുസരിച്ച് കൂടെ നിന്ന സകലരെ ഓർത്തു. ഞാൻ നിന്നോട് അറിയാം, നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ സകലരെ ദൈവം ഓർത്തു. വൈര്
ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് കഴിഞ്ഞാൽ സഡൻ ആക്ഷൻ. അന്നേരം വരെ നിന്റെ ലൈഫിനെ തകർത്തോണ്ടിരുന്ന ഒഴുക്കിന് തമ്പുരാൻ തടയിട്ടു. ഇനി ഒഴുകരുത്, ഇനി അവരെ നശിപ്പിക്കരുത്. ഓ, ദൈവം നിന്നെ ഓർത്തിരിക്കുക. ഹോളി സ്പിരിറ്റ് നിന്റെ കൂടാരെ. ഓ, യേശുവിന്റെ നാമത്തില് ഈ ഫാസ്റ്റിംഗിന്റെ സെക്കൻഡ് ഡേ, ഓ, ചിലതിനൊക്കെ ദൈവം തടയിടാൻ പോവുക. ഓ, യോർദാനെ യോശുവ മുറിച്ച പോലെ ഇനി ഒഴുകരുത്, ഇനി ഒഴുകരുത്, ഇനി ഒഴുക്ക് വേണ്ട. ഓ, ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടി. ആ കാറ്റിനകത്ത് നടന്ന കാര്യം കൂടെ 5 കാര്യം അവിടെ നടന്നു. 5 കാര്യം പ്രസംഗിക്കുന്നില്ല. 1, സ്റ്റിയറിംഗ് ഇല്ലാത്ത, നങ്കൂരമില്ലാത്ത, ക്ലച്ചില്ലാത്ത, ബ്രേക്ക് ഇല്ലാത്ത പെട്ടകം ലക്ഷ്യമില്ലാതെ ഈ കാറ്റിലോടി. നോഹ ചോദിച്ചു, കർത്താവേ, ഭൂമിയിലുള്ളതെല്ലാം ചത്തൊടുങ്ങിയല്ലോ, എന്താ ഈ കാറ്റ്? നോഹ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഈ കാറ്റ് തകർക്കാനല്ല, നീ ഉറക്കേണ്ട സ്ഥലത്തിൻ്റെ മുകളിലോ. ഓ, നീ റൂട്ട് തെറ്റി നടക്കുവല്ല, നിന്നെ ഉറപ്പിക്കുന്ന ഒരു പ്രതലമുണ്ട്. നീ ഉറക്കേണ്ട ഒരു അരാരാത്ത്. ആരോടോ ദൈവാത്മാ പറയാ, ഈ ദിവസങ്ങളിൽ ദൈവം ചിലർക്ക് ഒരു രഹബോത്ത് ഒരുക്കാൻ പോവാ. യഹോവ ഉറക്കാനുള്ള ഇടം. കൃപ 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 കൃപ. നീ എന്താകുമെന്ന് ഭാരപ്പെടണ്ട, നിന്നെ ഉറപ്പിക്കും. അത് ഏതു രാജ്യമാണ്, ഏതു ദേശമാണ്, ഏത് പട്ടണമാണ്, അവിടെ നിന്നെ ഉറപ്പിക്കും ദൈവം. നിങ്ങൾ ആ ഭാഗം കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്. ദൈവം ഭൂമിമേലൊരു കാറ്റടിച്ചു. കാറ്റടിപ്പിച്ചപ്പോ എന്തോ ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഓ, ചിലത് നിലച്ചു. ആഴിയുടെ ഉറവ് നിന്നെ തകർക്കാൻ എഴുന്നേറ്റ ചിലത് സ്തംഭിച്ചു പോയി. ഒറ്റ കാറ്റ് സ്തംഭിച്ചു. അടുത്ത് കാണുന്ന കാഴ്ച, ആഴിയുടെ ഉറവകളും ആകാശത്തിന് കിളിവാതിലുകളും അടഞ്ഞു. നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മേഖലകളെ ഒരു കാറ്റ് അടയ്ക്കാൻ പോവാ. ഓ, കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലകളെ. ഓ, ചില വീടുകൾക്കകത്ത് മഹത്വം ഇറങ്ങിയേ പറ്റൂ. ചില വീടുകൾ ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ, ഇന്ന് പറയണ, എന്നെ ഓർക്കണേ കർത്താവേ. വീട്ടുകാർ മറന്നോട്ട്, ഭർത്താവ് മറന്നോട്ട്, ഭാര്യ മറന്നോട്ട്, ബന്ധുക്കൾ മറന്നോട്ട്, അധികാരികൾ മറക്കട്ടെ. അവൻ നിന്നെ ഓർത്താൽ ദർശനമുള്ള യോസഫിന് ഒരു മണ്ടത്തരമേ പറ്റിയിട്ടുള്ളൂ. ഒരുത്തനോട് ഓർക്കണേ എന്ന് പറഞ്ഞു. ഒറ്റ മണ്ടത്തരേ പറ്റിയുള്ളൂ. നമുക്ക് മണ്ടത്തരം പറ്റരുത്. കൂടുള്ള ആരോർത്തിട്ടും ഗുണമില്ല. യേശു ഓർത്താൽ, ഓ, ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എൻ്റെ ജനത്തെ ഞാൻ ഓർക്കും. ഓ, 115 സങ്കീർത്തനം, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഓ, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഓ, ഇന്ന് പകൽ ഓർത്തോർത്ത് വചനം കേൾക്കാൻ പോവാ. ചിലരെ ഓർത്ത് നിന്റെ കുടുംബ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യം, നിന്റെ രക്തബന്ധങ്ങളിൽ ഇല്ലാത്ത കാര്യം, നിന്റെ എഴുതിയിട്ടോ, നിന്നെ ദൈവം ഓർത്ത വാർത്ത കേൾക്കാൻ പോവാ. ഓ, ഭാരപ്പെടണ്ട. രാജാക്കന്മാരുടെ ഉള്ളം എൻ്റെ ദൈവത്തിന് നീർത്തോട് കണക്കെയാണ്. അവൻ ഇഷ്ടമുള്ളിടത്തെ ഓ, അടുത്തിരിക്കും നാളെ തൊട്ടച്ചേറ ദൈവം നിന്നെ നിശ്ചയമായി ഓർക്കുമെന്ന് പറ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അഹരോഹം ഗ്രഹത്തെ അനുഗ്രഹിക്കും. അടുത്ത കേട്ടോ, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും ഇന്ന് പകൽ തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കാൻ പോവാ. ഈ രണ്ടാമത്തെ പകൽ ചെറിയവനെന്നും വലിയവനെന്നും, ചെറിയവനെന്നും വലിയവനെന്നും, എവിടോ 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 എവിടോ, യെസ്, പണ്ഡിതനെന്നും പാമരനെന്നും ഇല്ല. ഓ, യഹോവ ഭക്തന്മാരായ. രണ്ടാമത്തെ പലരുടെ ദൂത് പറഞ്ഞു നിർത്താം. ഏതോ ഒരു അനുഗ്രഹം വെയിറ്റ് ചെയ്യുക. അത് ദൈവം ഓർത്താൽ നിനക്ക് കിട്ടും.
ഇപ്പം ഇന്ന് ദൈവദാസൻ പറയുമ്പം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് എന്നെ ഓർക്കണേ. കർത്താവിൻ്റെ ആത്മാവ് ദൂത് പറയുക, നിനക്ക് ചില വഴി ഒരുക്കാൻ ചിലരെ നിന്നെ ഓർപ്പിക്കാൻ പോവാ. നിന്നെ സഹായിക്കാൻ ചിലരെ ഓർപ്പിക്കാൻ പോവാ. പണ്ട് ദൈവത്തിന് വേണ്ടി നിന്ന ഓർക്കും, സത്യത്തിന് വേണ്ടി നിന്ന ഓർക്കും.